സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കെ സുധാകരന്റെ നീക്കം എന്നൊരു വാർത്ത വരുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കെ സുധാകരൻ മത്സരിച്ചേക്കും. നിർണായകമായ വാർത്താ സമ്മേളനം 12 മണിക്ക്. ഒരുപക്ഷെ 12 മണിക്ക് വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപനമുണ്ടായേക്കും. BJP നേതാക്കൾ സുധാകരനുമായി ബന്ധപ്പെട്ടവരെ സമീപിച്ചതായി ഒരു സൂചന കൂടി വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട നിർണായകമായ വാർത്ത ഡൽഹിയിൽ നിന്നും. നോബൽ ബാരിക്കാരൻ അഗെയിൻ ബ്രേക്കിംഗ്. വളരെ പ്രധാനപ്പെട്ട വിവരം. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് നോബൽ കേരളക്കരയെ അറിയിക്കുന്നത്. കെ സുധാകരൻ 12 മണിക്ക് മാധ്യമങ്ങളെ കാണും. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തീരുമാനം അറിയിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. ഒരുപക്ഷെ NDA പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങളുടെ പോക്ക്? അരുൺ, വളരെ നിർണായകമായ തീരുമാനമാണ് കെ സുധാകരനുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ തനിക്ക് സീറ്റ് നിശ്ചയിച്ചത് വലിയ അവഗണനയാണ് എന്ന് കെ സുധാകരൻ അടുത്ത അനുയായികളെ ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമായും ഇപ്പോൾ വരുന്ന വിവരപ്രകാരമാണെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ കെ സുധാകരൻ സജീവമാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരം പുറത്തേക്ക് വരുന്നത്. ഇന്ന് 12 മണിക്ക് വാർത്താ സമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ട്. 11 മണിക്ക് കോൺഗ്രസിന്റെ പട്ടിക വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ പട്ടികയിൽ തന്റെ പേരില്ലെങ്കിൽ 12 മണിക്ക് ഒരുപക്ഷെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പ്രഖ്യാപനം, സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കണ്ണൂരിൽ മത്സരിക്കും എന്ന പ്രഖ്യാപനം കെ സുധാകരൻ നടത്തും എന്ന് അറിയാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ NDAയുടെ പ്രത്യേകിച്ച് BJP നേതാക്കൾ സുധാകരനെ സമീപിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. പ്രധാനപ്പെട്ട വിവരമാണ്. എന്താണെങ്കിലും കെ സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ കണ്ണൂരിൽ മത്സരിക്കുമോ എന്ന്, പ്രത്യേകിച്ച് നിലവിൽ പ്രവർത്തക സമിതി അംഗമാണ്, കണ്ണൂരിന്റെ MP ആണ്, അത്തരത്തിൽ മുൻ KPCC അധ്യക്ഷനാണ്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തുടരുന്ന ഈ തർക്കങ്ങൾ സുധാകരന്റെ സ്വന്തം സ്ഥാനത്തിലേക്കാണോ പോകുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. എന്താണെങ്കിലും നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ അനുയായികൾക്ക്, പ്രധാനപ്പെട്ട അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് നൽകിയിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു. കെ സുധാകരൻ അങ്ങനെയാണെങ്കിൽ കണ്ണൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. 12 മണിക്ക് കെ സുധാകരൻ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. വലിയ തരത്തിൽ അസംതൃപ്തിയിലാണ് കെ സുധാകരൻ ഉള്ളത്. കാരണം ഉണ്ടായത് കടുത്ത അവഗണനയാണ് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം പലതവണ ആവശ്യപ്പെട്ടതാണ്, അതുപോലെ തന്നെ സമ്മർദ്ദം ശക്തമാക്കിയതാണ്. മുൻപ് രാഹുൽ ഗാന്ധി ഉറപ്പ് നൽകിയതാണ്. KPCC അധ്യക്ഷസ്ഥാനം പോകുമ്പോൾ KPCC അധ്യക്ഷസ്ഥാനത്ത് നിന്ന് രാജിവെക്കുമ്പോൾ അല്ലെങ്കിൽ മാറ്റുമ്പോൾ വന്ന് ഉറപ്പ് നൽകിയതാണ് നിയമസഭയിൽ മത്സരിപ്പിക്കാമെന്ന്. അതൊന്നും പാലിക്കപ്പെട്ടില്ല. അപമാനിതനായി എന്ന് തന്നെയാണ് കെ സുധാകരൻ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും കെ സുധാകരൻ കണ്ണൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള സാധ്യത തെളിയുന്നു. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കോൺഗ്രസിന്റെ കാര്യങ്ങൾ കൂടുതൽ വലിയ തരത്തിൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും ഈ തീരുമാനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJP നേതാക്കൾ കൂടി കെ സുധാകരനെ സമീപിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക്, കടുത്ത തീരുമാനത്തിലേക്ക് കെ സുധാകരൻ പോവുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും. സുധാകരൻ മാത്രമല്ല, ഒരു കൂട്ടം വലിയ അസംതൃപ്തരുടെ കൂട്ടായ്മ സുധാകരന് പിന്നിൽ ഉണ്ടെന്ന വിവരവും പുറത്തേക്ക് വരുന്നു. എന്താണെങ്കിലും കെ സുധാകരൻ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പോകുന്ന സൂചനയാണ് നമുക്ക് ദില്ലിയിൽ നിന്ന് ലഭിക്കുന്നത്. കെ സുധാകരനുമായി ബന്ധപ്പെട്ട അടുത്ത ആളുകൾ ആ സൂചന നൽകുന്നു. 12 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ സുധാകരൻ ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹം നിലപാട് അറിയിക്കും. ഒരു പക്ഷേ സ്വന്തം സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് നീക്കമെങ്കിൽ ഇതിനോടൊപ്പം തന്നെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ മത്സരിക്കുന്ന കാര്യം പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന് വലിയ ഇരട്ടടിയായിരിക്കും. സുധാകരൻ